ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു സർവൈവൽ സസ്പെൻസ് ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ടർബുലൻസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഉയരം പേടിയുള്ളവർ ഒരിക്കലും ഈ മൂവി കാണാതിരിക്കുക. ഇപ്പോൾ വീഡിയോസിലും അല്ലാന്നുണ്ടെങ്കിൽ കുഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ മൂവി ഒരിക്കലും കാണരുത്. അത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ സ്റ്റോറിയെ പറ്റി ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കാരണം ഈ മൂവി തുടങ്ങിക്കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോറി മുഴുവനായിട്ട് നടക്കുന്നത് ആകാശത്തായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള 1-2 ടെസ്റ്റുകളും അവിടെ വെച്ച് തന്നെ, അതും ആകാശത്ത് വെച്ച് തന്നെ നടക്കുകയും ചെയ്യും. അതെന്താണെന്ന് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. അപ്പോൾ അധികം താമസിക്കുന്നില്ല. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കഥയിലെ നായകനായിട്ടുള്ള സാക്കിനെയാണ്. സാക്ക് ഇപ്പോൾ ഒരു വലിയ കമ്പനിയിലെ CEO ആണ്. ഇപ്പോൾ അവിടെയുള്ള മാനേജ്മെന്റും ബാക്കി എല്ലാവരും കൂടി ചേർന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ ആ പേപ്പറുകളിലെല്ലാം സാക്ക് ഒപ്പിട്ടതിന് ശേഷം എല്ലാവരും അത് കൈയടിച്ച് പാസ്സാക്കി. അത് കഴിഞ്ഞ് എല്ലാവരോട് നിൽക്കുമ്പോഴത്തേക്കും ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് വന്നിട്ട്, സാർ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ ഒരു കമ്പനിയിൽ ഉണ്ടാവുമെന്ന്. എല്ലാവരെയും പിരിച്ചുവിടുന്ന കൂട്ടത്തിൽ എന്നെ പിരിച്ചുവിടുന്നതാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ സാക്ക് പറയും, നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നീ എന്തായാലും ഈ കമ്പനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സാക്ക് ഇപ്പോൾ വെളിയിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് വെളിയിൽ നിന്ന് ഒരാൾ പ്രശ്നം ഉണ്ടാക്കി അകത്തേക്ക് കയറി വരുന്നു. എനിക്ക് അവനെ ഒന്ന് കാണണം. ബാക്കിയുള്ളവരെല്ലാം അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാള് സാക്കിനെ കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയാളോടൊന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അകത്തേക്ക് വരുന്നു. അപ്പൊ അകത്തേക്ക് കയറി വരുന്നത് വേറെ ആരുമല്ല, ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സെക്യൂരിറ്റിയാണ്. അതുമല്ല, ഇപ്പൊ ഇവരുടെ കമ്പനി തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ സാമ്പത്തിക നഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി കമ്പനിയിലെ പഴയ ജീവനക്കാരുണ്ടല്ലോ അവരെല്ലാവരെയും പിരിച്ചുവിട്ടു, ഒരു കാരണം പോലും കാണിക്കാതെ. അതിലൊരാളാണ് ഈ സെക്യൂരിറ്റി. ഇപ്പൊ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്റെ ജീവിതമായിരുന്നു ഇത്. ഈ കമ്പനി ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഉയർന്നു വരുമ്പോഴും ഞങ്ങളെപ്പോലെയുള്ളവർ ഇവിടെ ജോലി ചെയ്തിരുന്നു. ഞങ്ങൾ കൂടി കാരണമാണ് ഈ കമ്പനി ഈ ലെവലിൽ എത്തിയത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും സാക്ക് പറയും, സോറി, ഇതെല്ലാം ഞങ്ങൾക്ക് വേറൊരു തീരുമാനം എടുക്കാൻ കഴിയത്തില്ലായിരുന്നു. അപ്പോൾ അയാൾ പറയും, ഓക്കെ, എന്റെ ശമ്പളം കുറച്ചു, എന്നാലും എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് പറയുമ്പോൾ സാക്ക് പറയും, നമുക്കിതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവ മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ ഇവിടെയാണ് ആ സെക്യൂരിറ്റി പെട്ടെന്ന് തന്റെ കയ്യിലുള്ള തോക്കെടുക്കുന്നു. എന്നിട്ട് സാക്കിനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. എന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ എന്റെ ജീവിതം നശിച്ചു, അതുകൊണ്ട് എനിക്ക് ഈ ജോലി ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതും സാക്ക് പെട്ടെന്ന് പേടിയും. എന്നിട്ട് സാക്ക് പറയും, ഹേയ്, ഞാൻ പറയുന്ന നിൽക്ക്, നമുക്ക് സമാധാനമായിട്ട് പിന്നീട് സംസാരിക്കാം, എല്ലാം ഓക്കെ ആവുമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അയാൾ കേൾക്കുന്നില്ല. അയാളിപ്പോൾ സാക്കിനെ കൊല്ലാനായിട്ട് തന്നെ നിൽക്കാണ്. അങ്ങനെ സാക്കിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും സാക്ക് പറയുന്നുണ്ട്, പ്ലീസ് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്കൊരു കുടുംബമുണ്ട്. എൻ്റെ ഭാര്യ ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ട് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതുമല്ല, അവളിപ്പോൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ എന്നെ കൊന്നു കഴിഞ്ഞാൽ അതെൻ്റെ ഭാര്യയ്ക്ക് എന്തോരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നറിയോ? അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്കൊരു മകളില്ലേ, നിങ്ങളുടെ അച്ഛനല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് സാക്ക് അയാളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്കും ആ സെക്യൂരിറ്റി ഇപ്പൊ തോക്ക് അയാളുടെ തലയിലേക്ക് വെക്കും. എന്നിട്ട് വേറെ വഴിയില്ലാതെ അയാൾ തലയിൽ ഷൂട്ട് ചെയ്ത് സാക്കിന് മുന്നിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. അങ്ങനെ ഇതുകൂടി ആവുന്നതും സാക്ക് ആകെ വല്ലാണ്ടായിപ്പോയി. അങ്ങനെ അവനവിടെ ഇരിക്കുന്നതും അടുത്തത് കാണിക്കുന്നത് സാക്കിന്റെ ഭാര്യ, നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ എമിയാണ്. എമി ഒരു സ്കൂൾ ടീച്ചറാണ്. ഇപ്പോൾ തന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് ഷീറ്റ് ഉണ്ടല്ലോ, അവർ വരച്ച ഡ്രോയിങ്ങും കാര്യങ്ങളെല്ലാം ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സാക്ക് പെട്ടെന്ന് എമിയെ വിളിക്കും. എന്നിട്ട് പറയും, എമി, ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അതുപോലെ ഞാനിപ്പോൾ നിന്നെ വിളിക്കാൻ വരികയാണ്, എനിക്ക് നിന്നെ ഇപ്പോൾ തന്നെ കാണുമെന്ന് പറയുമ്പോൾ എമി പറയും, അല്ല, നാളെയല്ലേ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്, എയർപോർട്ടിൽ വന്ന് വിളിക്കാന്നല്ലേ പറഞ്ഞ്, ഇപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് നിന്നെ ഇപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഈ ഓഫീസിൽ നടക്കുന്ന ഈ കാര്യമുണ്ടല്ലോ അതൊരിക്കലും എമിയോട് പറയത്തില്ല. അവൾ വിഷമിക്കേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. അങ്ങനെ എമി പോകാനായിട്ട് റെഡിയാവുന്നു. അതേസമയം ഇവിടെ നമ്മുടെ സാക്കിനെ കാണിക്കുമ്പോൾ സാക്ക് ഇപ്പോൾ ഒരു ബാറിലിരിക്കുകയാണ്. അങ്ങനെ മദ്യപിച്ചിരിക്കുന്ന സമയത്താണ് അടുത്ത് മറ്റൊരു സ്ത്രീ ആ ബാറിലുള്ള അയാളോട് വഴക്കിടുന്നു, അവൾക്ക് ഒലിവ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ പറയും, ഇല്ല, നിങ്ങൾ ഇനിയും മദ്യം വാങ്ങിക്കഴിഞ്ഞാലേ എനിക്ക് ഒലിവ് തരാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ വീണ്ടും വഴക്കിടുന്നത് കാരണം ഈ ബഹളം കേൾക്കുമ്പോൾ സാക്ക് പറയും, ഏയ്, ആ ലേഡിക്ക് ഞാൻ മദ്യം വാങ്ങിക്കൊടുക്കാം, ഒലിവ് കൊടുക്കാൻ പറയുന്നതും ഇപ്പൊ അവൾ നേരെ നമ്മുടെ സാക്കിനടുത്തേക്ക് വന്നിരുന്ന് സാക്കിനോട് സംസാരിക്കും. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും, അല്ല, എന്തുകൊണ്ടാണ് നീ ബാറിലേക്ക് ഇപ്പോൾ വരാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ സാക്ക് പറയും, അത് ജോലിയുടെ പ്രശ്നങ്ങളാണ്. എന്താ അത് എന്നോട് പറയാൻ പറയുമ്പോൾ ഇല്ല, കുഴപ്പമൊന്നുമില്ലാന്നും പറഞ്ഞിട്ട് അവന്റെ മോതിരം അവനിങ്ങനെ കറക്കും. അപ്പോൾ അവൾ പെട്ടെന്ന് അത് നോക്കുമ്പോൾ, ഞാൻ വിവാഹിതനാണ്, അതുപോലെ നാളെ തന്നെ ഞാനും അവളും ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയും, ഓ, അത് വളരെ നല്ല കാര്യമാണ്. അതെ, ഞങ്ങൾക്കൊരു ഡീലക്സ് പാക്കേജ് ഉണ്ട്, ഒരു ഹോട്ട് എയർ ബലൂൺ, അതിൽ ഞങ്ങൾ റൈഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ വീണ്ടും പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ആ ലേഡി ഉണ്ടല്ലോ അവനെ പറ്റി സാക്ക് ചോദിക്കും. അപ്പോൾ അവളുടെ പേര് ജൂലിയാന്നാണ്, അതുപോലെ അവൾ ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല, നല്ലൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് ജൂലിയ ഇപ്പോൾ അവനെ
കണക്ട് ചെയ്യുന്ന രീതിയിൽ അവളുടെ റൂമിലേക്ക് അവനെ ക്ഷണിക്കുന്ന രീതിയിൽ അവനോട് സംസാരിക്കുമ്പോഴത്തേക്കും അവൻ പറയും സോറി, എനിക്കൊരു ഭാര്യയുണ്ട്, ഞാൻ അവളെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ജൂലിയ കുഴപ്പമില്ല, ഓക്കെയാണ്, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂന്നും പറഞ്ഞ് ഇപ്പൊ അവന്റെ കാലിലേക്ക് തൊട്ട്. അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുന്നത് എമിയും സാക്കും അവർ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി ഈ ഹോട്ട് എയർ ബലൂൺ ഉണ്ടല്ലോ അതുള്ള ആ സ്ഥലത്തേക്ക് വരികയാണ്. അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് രണ്ടുപേരും കാറിൽ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല സ്ഥലമാണല്ലോ, അതും പുതിയൊരു സ്ഥലമാണ്, ഇവർക്ക് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഡ്രൈവർ വണ്ടിയിലിരുന്നിട്ട് ഇവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വലിയ മലകളും ഓരോ പ്രദേശങ്ങളെത്തുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്നെല്ലാം. അപ്പോൾ എമിയും സാക്കും അത് നല്ലതുപോലെ തന്നെ കണ്ട് ആസ്വദിച്ചിങ്ങനെ പോവാണ്. പക്ഷേ നമ്മുടെ സാക്കിന്റെ മനസ്സിൽ ഇന്നലെ ഓഫീസിൽ വെച്ച് നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് സാക്കിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു. എന്താന്ന് വെച്ചാല് ഇന്നലത്തെ രാത്രി ഞാൻ നല്ലതുപോലെ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞ്. അപ്പോൾ സാക്കിനൊന്നും മനസ്സിലാവുന്നില്ല. സാക്ക് തിരിച്ച് ആരാ ഇതെന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കും. അപ്പൊ അവിടെ നിന്നും ഓ നിന്റെ ഭാര്യ കണ്ടുപിടിക്കുമെന്ന് പേടിച്ചിട്ടാണോ എന്ന് ചോദ്യം വരുമ്പോഴത്തേക്കും സാക്ക് ഹേയ് ഇതൊരു തമാശയാണോ, നിങ്ങൾ എന്നെ എന്തായാലും വെറുതെ വിടണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ ഡ്രൈവർ പറയും ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്ഥലത്തേക്ക് എത്തും, ഈ ഒരു കാലാവസ്ഥ ഈ ആഴ്ച മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും എമി ശ്രദ്ധിക്കുന്നുണ്ട്. സാക്ക് ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ല, അവൻ ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ എമി ഇവിടുത്തെ സാക്കിനോട് പറയും അല്ല നീ എന്താ ചെയ്യുന്നത്, ഈ തിരക്കിലെങ്കിലും ജോലിയുടെ കാര്യം ഒന്ന് മാറ്റി വെച്ചോളൂ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഹേയ് വേറെ ഒന്നുമല്ല, ഒരാൾക്ക് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കഴിയുമെന്നും പറഞ്ഞ്. ഇപ്പോൾ മെസ്സേജ് അയക്കുന്ന ആൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ, 50,000 യൂറോ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാം, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും സാക്കിന് നല്ല ദേഷ്യം വന്ന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്ത് അവൻ വീണ്ടും അവന്റെ യാത്ര എൻജോയ് ചെയ്യാണ്. അങ്ങനെ കുറെ ദൂരത്തെ യാത്ര കഴിഞ്ഞിട്ട് രണ്ടുപേരും അവർ താമസിക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് എത്തി. അവിടെ എത്തിയതിനു ശേഷം രാത്രിയാകുമ്പോഴത്തേക്കും ഇവർ ഫുഡ് ഓർഡർ ചെയ്യും. അങ്ങനെ ഫുഡ് കൊണ്ടുവരുന്ന ആ ഒരു സ്ത്രീ വന്ന് ഡോറിൽ തട്ടുന്നതും സാക്ക് കഥ തുറക്കുന്നു. അവരെ ഫുഡ് അകത്തേക്ക് കൊണ്ടുവച്ചിട്ട് ഇപ്പൊ പുറത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് സാക്ക് ഇവരുടെ റൂമിന്റെ വെളിയിൽ ഒരു മിറർ ഉണ്ട്, അതുവഴി ലിഫ്റ്റിനടുത്തേക്ക് നോക്കുമ്പോൾ അതിനുള്ളിലെ ഇന്നലെ കണ്ട ജൂലിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ അവളിങ്ങനെ കയറി വരുന്നു. കുറെ നേരം അവനെ നോക്കുന്നത് പോലെ. അങ്ങനെ അവൻ പെട്ടെന്ന് അകത്തേക്ക് അവൾ കാണാതെ കയറിയിട്ട് ഡോർ അടച്ച് നിൽക്കുമ്പോഴത്തേക്ക് അവന്റെ ഫോണിലേക്ക് വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് കാരണം അവൻ പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് എമി പുറകിലൂടെ വന്ന് അവനെ പിടിച്ച് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഫുഡ് രണ്ടുപേരും കഴിച്ചിട്ട് പിന്നീട് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് അധിക നേരം നീണ്ടുപോകത്തില്ല. അതിനു മുന്നേ തന്നെ നമ്മുടെ എമിക്ക് എന്തോ ഒരു വിഷമം ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്. അപ്പൊ സാക്ക് അവളെ സമാധാനിപ്പിച്ചിട്ട് ഹേയ് അതൊരിക്കലും നിന്റെ തെറ്റല്ല, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ആവശ്യമുള്ള സമയമെടുത്ത് പതിയെ നമുക്കിത് ശരിയാക്കാന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച്. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇവർ ആ ഒരു എയർ ബലൂൺ ഉണ്ടല്ലോ അതിൽ കയറാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പൊ ഒരു ബലൂണും അതിന്റെ പൈലറ്റും ഇവർക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ രണ്ടുപേരും വന്നിട്ട് അയാളെ പരിചയപ്പെടുന്നു. എന്നിട്ട് ആ ഒരു ബലൂണിലേക്ക് കയറുന്നു. അപ്പൊ ഈ ഒരു പൈലറ്റിന്റെ പേര് ഹാരി എന്നാണ്. അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് ഹാരി നിങ്ങൾ അമേരിക്കക്കാരനാണെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ചിക്കാഗോയിലാണ് ജനിച്ചു വളർന്നത്, പിന്നീട് ഇവിടെ വന്നു എന്നെല്ലാം അയാളുടെ കഥകളെല്ലാം പറഞ്ഞ് ഇപ്പൊ ഈ ബലൂണില് ആ ഒരു എയർ ഉണ്ടല്ലോ അത് നിറയ്ക്കാൻ വേണ്ടി ആ ഒരു തീ ഇങ്ങനെ കത്തിക്കുന്നുണ്ട്. അത് കത്തിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബലൂൺ അങ്ങനെ ഫില്ലായിട്ട് ഇത് പതിയെ പതിയെ മുകളിലേക്ക് പൊങ്ങാൻ പോകുന്നത്. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഹാരി ഇവരോട് ഓക്കെ മുകളിലേക്ക് പോകുന്നതിന് മുന്നേ 2 നിയമങ്ങളുണ്ട് എന്ന് പറയുന്നതും അവിടേക്ക് മറ്റൊരു കാർ വന്നിങ്ങനെ നിൽക്കാണ്. അതിൽ നിന്ന് ഇറങ്ങുന്നത് വേറെ ആരുമല്ല, ഇന്നലെ സാക്ക് കണ്ട ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ജൂലിയ എന്ന് പറഞ്ഞിട്ട് അവളാണ്. അങ്ങനെ ഹാരി ആ ഒരു റൂളുകളൊക്കെ പറയാണ്. ഒന്നാമത്തെ കാര്യം ഈ കുട്ടയ്ക്കകത്ത് വെച്ച് ആരും സിഗരറ്റ് വലിക്കാൻ പാടില്ല, കൂടാതെ ഇതിനുള്ളിൽ നിന്നൊന്നും പുറത്തേക്ക് വലിച്ചെറിയാനും പാടില്ല. പിന്നത്തെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ ഇതിൽ യാത്ര ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇവര് പറയും അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. ആ പറയുന്ന സമയത്ത് തന്നെ ജൂലി ഉണ്ടല്ലോ അവള് നടന്ന് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ജൂലിയെ നടന്നു വരുന്നത് കാണുന്നതും സാക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നു. ഇവളിപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്? കാരണം ഇന്നലത്തെ ദിവസം അവനെ മെസ്സേജ് അയച്ചത് തന്നെ ഇവളാണ്. അവൾക്കാണ് 50,000 യൂറോ വേണമെന്ന് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തിയത്. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് അവൾ ഇവിടേക്ക് വന്നതെന്ന് സാക്കിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൾ അകത്തേക്ക് കയറിയിട്ട് ഇവരെല്ലാവരെയും പരിചയപ്പെടുന്നു. നമ്മുടെ എമിയെ പരിചയപ്പെടുമ്പോഴത്തേക്ക് എമി ഇതെന്റെ ഹസ്ബൻഡാണ് സാക്ക് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അവൾ അറിയാത്തതുപോലെ തന്നെ അവന് കൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ എമി പറയും അതുമല്ല ഞങ്ങളുടെ ഹണിമൂൺ ആണെന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ ജൂലി പറയും ഇതൊരു നല്ല അവസരമല്ലേ, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ സാക്കിന് എന്തോ ഇവിടെ നിൽക്കാനായിട്ട് കഴിയുന്നില്ല. സാക്ക് പെട്ടെന്ന് എമിയോട് പറയും എമി ഇന്ന് എന്തായാലും എനിക്ക് നല്ല മൂഡില്ല, നമുക്കിപ്പോ വെളിയിലേക്ക് ഇറങ്ങിയാലോ, എന്നിട്ട് അടുത്ത ദിവസം ഇവിടേക്ക് വരാന്ന് പറയുമ്പോൾ അവൾ എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഇല്ല ഞാനിത് ബുക്ക് ചെയ്തത് നമുക്ക് രണ്ടുപേർക്കും മാത്രമാണ്, ഇവൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യത അതിലെന്താവുന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ എമി പറയും കുഴപ്പമില്ല, എന്തായാലും ഒരാൾ വന്നുപോയില്ലേ, ഇനിയിപ്പോ നമുക്ക് അയാളെ പറഞ്ഞു വിടാനും കഴിയത്തില്ല, ഞാൻ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഹാരി ഇവരോട് പറയും ഓക്കെ സാക്ക് എമി ജൂലിയ എല്ലാവരും ഓരോ മൂലക്കായിട്ട് പോയി നിൽക്ക് എന്നും പറഞ്ഞിട്ട് ഈ ബലൂണിൽ കൂടുതലായിട്ട് എയർ നിറച്ച് ഇവരിപ്പോ പതിയെ ബലൂൺ മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പൊ ഇനി ഒരു റൗണ്ട് അടിച്ചതിന് ശേഷം മാത്രമേ ഈ ബലൂൺ താഴേക്ക് കൊണ്ടുവരത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു യാത്ര അത്രയും ഭംഗിയുള്ളതാണല്ലേ, കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും.
ഇതിങ്ങനെ ഒരെണ്ണം മാത്രമായിട്ടില്ല, ഈ കൂട്ടമായിട്ട് പറത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ റീലിലും വീഡിയോയിലൊക്കെ കാണാറുണ്ട്. അത് നല്ല ഭംഗിയുള്ളതാണ്. അങ്ങനെ കഥയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരിപ്പോ ഈ ഒരു ബലൂൺ അത്യാവശ്യം മുകളിലേക്ക് തന്നെ കൊണ്ടുവന്നു. മുകളിലേക്ക് വരുമ്പോൾ എല്ലാവരും അവിടെ നിന്നുള്ള ആ ഒരു കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അപ്പോഴേ ഹാരി താഴെ റിപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങൾ ഈ ഒരു ഉയരത്തിലെത്തി, ഞങ്ങളിപ്പോ പറന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഒരു പൈലറ്റ് എങ്ങനെയാണ് വിമാനം ഓടിക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ എല്ലാ വിവരങ്ങളും താഴെ അറിയിക്കണം. അതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പൈലറ്റിന് മാത്രമേ ഇത് പറത്താനും കഴിയത്തുള്ളൂ. അങ്ങനെ എല്ലാം ഓക്കെ ആണെന്ന് ഹാരി ഇവരോട് പറയുന്നതും എമിയാണെങ്കിൽ താഴേക്കെല്ലാം നോക്കി നിൽക്കാണ്. അപ്പോഴാണ് ജൂലിയ സാക്കിനെ നോക്കിയിട്ട്, അല്ല നമ്മൾ ഇതിനു മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എമി പെട്ടെന്ന് തിരിഞ്ഞിട്ട്, അല്ല എന്റെ ഭർത്താവിനെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ജൂലിയ പറയും, അതെ, ഈ സൂറിച്ചിൽ വെച്ച് അടുത്തിടെ ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ കണ്ടതുപോലെ തോന്നുന്നുണ്ട്. അപ്പോ സാക്ക് പറയും, ഹോ സോറി, അവൾക്ക് എന്തായാലും ആള് മാറിപ്പോയതായിരിക്കാം, വേറെ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടത് എന്നെല്ലാം അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോഴേ ഹാരി പെട്ടെന്ന് എമിയോട് പറയും, എമി നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്താലോ, ആ ഒരു ഷാമ്പെയിൻ എടുക്കാൻ പറഞ്ഞിട്ട് ഹാരി കൊണ്ടുവന്ന ഒരു ഷാമ്പെയിൻ ഇവർ മുകളിൽ വെച്ച് പൊട്ടിക്കുന്നു. എന്നിട്ട് ഇവർക്ക് 3 പേർക്ക് അത് ഒഴിച്ചു കൊടുത്ത് ഇവർ 3 പേരും അത് കുടിക്കാണ്. അങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ എമി ജൂലിയോട്, അല്ല ജൂലി നിങ്ങൾ എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ ജൂലി പറയും, ഞാൻ ഈ ബിസിനസ്സുകാരന്മാരുടെ ക്രെഡിറ്റ് കാർഡ് അതേപോലെ തന്നെ സ്വകാര്യ ബാങ്കിങ് മേഖല ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതാണ് എന്റെ ജോലി. ഓക്കെ, നമുക്ക് ജോലിയെ പറ്റി സംസാരിക്കേണ്ട, വേറെ എന്തെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞ് സാക്കിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സാക്ക് അവളെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും മുഖം പരസ്പരം കണ്ടതിന് ശേഷം അവരുടെ ആ ഒരു റിയാക്ഷൻ അതുപോലെയാണ്. അപ്പൊ ഈ കാര്യം ഹാരി ഉണ്ടല്ലോ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ രണ്ടാമത്തെ തവണയും ഓക്കെ സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഷാമ്പയിൻ എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അയാൾ ഈ സ്ഥലങ്ങളുടെ പ്രത്യേകതകളുണ്ടല്ലോ, ഓരോ പർവ്വതങ്ങള്, ഇതിന്റെ എല്ലാം പ്രത്യേകതകള് ഇവർക്ക് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ എമി സാക്കിനെ വിളിച്ചിട്ട് ദേ ഇങ്ങോട്ട് വാ, ഇതെല്ലാം കാണുമെന്നും പറഞ്ഞ് അവരെങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് ഓക്കെ ഇതെങ്ങനെയാ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹാരി പറയും, ഈ കാറ്റിന്റെ ദിശ പിന്നെ ഉയരം ഇതെല്ലാം വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എമിയോട് സംസാരിക്കുമ്പോൾ എമി പിന്നെയും ചോദിക്കുന്നുണ്ട്, അല്ല ഇതിനു മുന്നേ നിങ്ങൾ വേറെ എവിടെ ജോലി ചെയ്തത്? ഞാൻ നേവിയിലുണ്ടായിരുന്നു എമി എന്ന് ഹാരി പറയും. അപ്പോഴും നമ്മുടെ സാക്കും ജൂലിയ ഉണ്ടല്ലോ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അവരൊരു വല്ലാത്ത രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴേക്കും ജൂലിയ പെട്ടെന്ന് അത് കേട്ടിട്ട് ചിരിക്കും. എന്നിട്ട് പറയും, ഹേയ് ഭാഗ്യവാന്മാർ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് പെട്ടെന്ന് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കാണ് ഹാരി അതിന് മുകളിൽ നിന്നിട്ട് എന്തോ ഒരു പാട്ട് ഇങ്ങനെ പാടുന്നു. അപ്പൊ അത് എക്കോ മുഴങ്ങി നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. കാരണം ഈ ഒരു മലയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു എക്കോ നല്ലതുപോലെ അറിയാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് എമി ഉണ്ടല്ലോ അവള് നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാക്കും, ഇങ്ങനെ ആന്നിങ്ങനെ വിളിക്കും. അപ്പൊ അതും ആ ഒരു എക്കോ പോലെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാക്കിനോട് എമി പറയും, ഏയ് നീ ഒന്ന് ചെയ്യാൻ പറയുമ്പോ സാക്ക് പറയും, ഏയ് ഇല്ലല്ലോ കുഴപ്പമില്ല ഞാൻ എന്തായാലും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പോഴേക്കാണ് ജൂലിയ ആന്നും പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കി തുടങ്ങി ഒരു വല്ലാത്ത രീതിയിൽ. അങ്ങനെ മൂളി മൂളി അവസാനം അലറി വിളിക്കുമല്ലോ, കൊലവിളി എന്നൊക്കെ പറയുന്നത് പോലെ അതുപോലെ അലറി അങ്ങ് വിളിക്കും. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇവർക്ക് 3 പേർക്ക് എന്തോ പോലെ ആയിപ്പോയി. എന്തുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴും നമ്മുടെ ഹാരിക്ക് ഇവരെ രണ്ടുപേരെ കണ്ടിട്ട് നല്ല സംശയമുണ്ട്, ഇവരെന്തോ ഒളിപ്പിക്കുന്നത് പോലെ. അത് നമ്മുടെ എമിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. കാരണം അവരുടെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻ വെച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇവർക്ക് പരസ്പരം എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ല. ആ ഒരു രീതിയിൽ എല്ലാവരും നിൽക്കുമ്പോൾ നമ്മുടെ എമി പെട്ടെന്ന് ജൂലിയോട് പറയും, ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ ഒന്ന് എടുത്തു തരൂ എന്ന് ചോദിച്ച് അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കും. അപ്പോൾ ജൂലിയ ഫോൺ വാങ്ങിയിട്ട് ഹേയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ ഫോട്ടോ അവൾ എടുത്തു കൊടുക്കുകയാണ്. സാക്കിന് നല്ലതുപോലെ ചിരി പോലും വരുന്നില്ല. അങ്ങനെ അവസാനം ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോഴും നമ്മുടെ ഹാരി ജൂലിയനെയും സാക്കിനെയും നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജൂലി എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ ഫോണിൽ നീ പണം എനിക്ക് ഇപ്പൊ തന്നെ അയച്ചു തന്നു കഴിഞ്ഞാല് പിന്നീട് നീ ഇതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ടി വരുന്നില്ല എന്നുള്ള ഒരു മെസ്സേജ് പോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അത് സാക്കിന്റെ കയ്യിൽ കൊടുത്ത്, സാക്ക് എന്റെ ഹാരിയുടെ ഫോട്ടോ ഒന്ന് എടുത്തു തരാൻ കഴിയോ എന്ന് പറഞ്ഞ് ആ ഫോൺ കൊടുക്കുന്നതും അവൻ അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലായി. എന്നിട്ട് അവൻ വീണ്ടും അവനൊന്നും അറിയത്തതുപോലെ ആ ഒരു ഫോട്ടോ അവൾക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു ബലൂൺ ഉണ്ടല്ലോ അതിപ്പോ പറന്ന് അടുത്തുള്ള വലിയൊരു മലയുണ്ട്. അതിന് മുകളിലുള്ള ഒരു കൂർത്ത ഭാഗം അതിലേക്ക് ഇടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഇവര് ഹാരി അത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാരി പെട്ടെന്ന് ഓക്കെ കണ്ടു എന്ന് പറഞ്ഞ് അവൻ വലിയ ടെൻഷനൊന്നും ആവാതെ കൂളായിട്ട് ആ ബലൂൺ കുറച്ചുകൂടി ഉയർത്തി ആ മലയുടെ അപ്പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം എപ്പോഴും എന്റെ കൺട്രോളിൽ തന്നെ ഇതുണ്ടാവും എന്ന് ഹാരി പറയുന്നുണ്ട്. അപ്പോഴാണ് ജൂലിയ ഇവരോട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവളിപ്പോ സാക്കിനെ നോക്കിയിട്ട് പറയും, നീ ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ എമി പെട്ടെന്ന് അല്ല എന്ത് ശ്രദ്ധിക്കണമെന്ന്, അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നേ, ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഹാരി പറയും, ഹേ ഗായ്സ് നിങ്ങൾ കുറച്ച് റിലാക്സ് ആവണം, ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കരുത്. കാരണം ഇത്രയും നല്ലൊരു ശുദ്ധവായു കിട്ടുന്നൊരിടം വേറെ ഇല്ല. അതുകൊണ്ട് ഈ സ്ഥലമെല്ലാം ആസ്വദിച്ച് നല്ല റിലാക്സ് ആവാൻ നോക്കാൻ പറയുമ്പോൾ പെട്ടെന്നൊരു കഴുകൻ പറന്നു വന്നിട്ട് എമിയുടെ തലയിൽ ഇങ്ങനെ പിടിച്ച് അതങ്ങ് പറന്നു പോവും. ഇത് കണ്ട ഹാരി, ഏയ് അതൊരു പെൺകഴുകനാണ്, ഇതത്ര അപൂർവമായിട്ട് കാണുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്നെല്ലാം നമ്മുടെ എമിയെ നോക്കി പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു ഉയരം അത് നിങ്ങൾക്ക് ഈ ഒരു സീനിലൂടെ തന്നെ കാണാൻ കഴിയും. അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ജൂലിയ ഓക്കെ ബലൂൺ തിരിക്കാൻ പറയും. അപ്പോൾ ഹാരി പറയും, ഇല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവറാണ് ഞാൻ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കതൊന്നും അറിയണ്ട, ഇപ്പോൾ തന്നെ ബലൂൺ തിരിക്കാൻ പറയുമ്പോൾ
ഹാരി പറയും സോറി, അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ സംസാരിച്ച് തീർക്ക്. അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളെ സേഫായിട്ട് താഴേക്ക് ഇറക്കാം. ഇപ്പോൾ നമ്മൾ പർവ്വതങ്ങളുടെ നടുവിലാണ്, അതുകൊണ്ട് താഴേക്ക് ഇറങ്ങുക എന്നുള്ളത് വളരെ പാടുള്ള കാര്യമാണ്. അത് കേട്ട് നമ്മുടെ ജൂലിയ ഓക്കെ എന്നും പറഞ്ഞ് സാക്കിനോട് ചോദിക്കും, അല്ല നീ എന്താ കളിക്കുവാണോ? അപ്പോൾ സാക്ക് അവളെ നോക്കിയിട്ട് ചിരിക്കും. എമിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ജൂലിയ പറയും, അപ്പോൾ നിനക്ക് എന്നെ ശരിക്കും ഓർമ്മയില്ല, ദേ നല്ലതുപോലെ നോക്ക്. എന്നിട്ട് ഓർമ്മ വരുന്നില്ല നീ ഇന്നലെ എനിക്ക് മദ്യം വാങ്ങി തന്നതോ? അപ്പോൾ സാക്ക് പറയും, ഞാൻ ഒരുപാട് പേർക്ക് മദ്യം വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജൂലിയ, ഓ എന്ത് വിലയേറിയ ഷാമ്പയിൻ നീ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുന്നു? അപ്പോൾ എമി അവനെ നോക്കുമ്പോഴത്തേക്കും ജൂലിയ പറയും, ഒരുപക്ഷെ അവൻ എല്ലാ പെൺകുട്ടികളോടും ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും എന്നെ ഓർമ്മയില്ലാത്തത്. എന്നിട്ടാണ് എമിയെ നോക്കി പറയുന്നത്, എമി നിങ്ങളുടെ ഭർത്താവ് വിചാരിക്കുന്നത് എന്നെ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒഴിവാക്കാന്നാണ്, പക്ഷെ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ സാക്ക് ഇല്ല എമി അവൾ എന്തൊക്കെയോ പറയാണെന്ന് പറയുന്നത്. ജൂലി എമിയോട് പറയും, ദേ നോക്ക് എമി, നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യവും എനിക്കറിയാം. അപ്പോൾ എമി ചോദിക്കും, എന്ത് കാര്യം? എന്താ നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാവുന്നത്? ഒന്ന് പറഞ്ഞെന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജൂലിയെ പെട്ടെന്ന്, അതെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അടുത്തൊരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യാണ് എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന എമിക്ക് വല്ലാണ്ടായിപ്പോയി. കാരണം ഇവർക്ക് രണ്ടുപേർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം ജൂലിയയ്ക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എമി പെട്ടെന്ന് സാക്കിനോട്, ഹേയ് സാക്ക് എന്താ ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സാക്ക് അവളുടെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ജൂലിയ പറയുന്നത്, എന്ത് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളോ? അപ്പോൾ എന്നെ പറ്റി എല്ലാം പറയണോ അല്ലേ? ശരി, ഇവൻ എന്നോടൊപ്പം കിടന്നുറങ്ങി. അപ്പോൾ സാക്ക് പറയും, ഇല്ലമീ അതൊരു കള്ളമാണ്, അവൾ വെറുതെ പറയാണ്. അവൾ വെറുതെ പറയാണെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ജൂലി പറയും, ഓ അപ്പോൾ ഞാൻ കള്ളം പറയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഷർട്ട് പൊക്കി കാണിച്ചു കൊടുക്കും. ദേ ഈ മാർക്ക് കണ്ടോ എന്ന് പറഞ്ഞിട്ട്, അതോ എന്റെ ബെർത്ത് മാർക്ക്. ഇത് കാണുമ്പോൾ നമ്മുടെ എമി പെട്ടെന്ന് ടെൻഷനായിട്ട്, ഓ അപ്പോൾ നിന്റെ ബെർത്ത് മാർക്ക് അവൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉറങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞ് അവള് ടെൻഷൻ ആവുന്നതും സാക്ക് ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് വേറെ ഒന്നുമല്ല, ഏയ് അതങ്ങനെയൊന്നുമല്ല, സത്യത്തിൽ അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്, അവൾക്ക് പണം വേണമെന്ന്, അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ നാണം കെടുത്തു എന്നാണ് പറയുന്നത്, അതുകൊണ്ട് അവൾ ഇതെല്ലാം പറയുന്നതെന്ന് പറയുമ്പോൾ എമി ചോദിക്കും, ഓ അങ്ങനെയാണെങ്കിൽ എന്നെ പറ്റിയുള്ള കാര്യം എങ്ങനെ അവൾക്കറിയാം? അതേപോലെ തന്നെ നിന്റെ ഈ ഒരു ബെർത്ത് മാർക്ക് എന്ന് ചോദിക്കുമ്പോൾ സാക്ക് പറയും, നിന്നെ പറ്റിയുള്ള കാര്യം ഞാൻ ഇന്നലെ അവളോട് ബാറിൽ ഇരുന്ന് സംസാരിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ ഒരിക്കലും അവളോടൊപ്പം കിടന്നിട്ടില്ല. പിന്നെ ഈ ബെർത്ത് മാർക്ക് അതിന്റെ സോഷ്യൽ മീഡിയയിലെ ഫോട്ടോ കണ്ടിട്ട് അവൾ മനസ്സിലാക്കി പറഞ്ഞതാണ്, അത് നീ എടുത്ത് നോക്കിയാലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ജൂലിയ പറയും, ഹേയ് അവൻ കള്ളം പറയാണ്, ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോഴത്തേക്കും ഹാരി ഈ ബലൂണിനെ കുറച്ചുകൂടി ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു വെള്ള വയറുണ്ട്, അതിൽ പിടിച്ചതിനെ വലിക്കും. ഇത് കണ്ട ജൂലി ചോദിക്കും, നീ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ, ഇല്ല കുറച്ചുകൂടി ഉയർത്താൻ പോവാണ്. ഇല്ല വേണ്ട നിർത്തുന്ന് പറയുമ്പോൾ അവൻ വീണ്ടും അതിൽ വലിക്കാനായിട്ട് വരുന്നതും അവൾ പെട്ടെന്ന് അവന്റെ അരയിൽ നിന്ന് കത്തിയെടുക്കും. എന്നിട്ട് പറയും, ദേ നിർത്തിക്കോ, ഇത്രയും മതി, ഇനി പോണ്ടാന്ന് പറയുന്നതും ഇവൻ പെട്ടെന്ന് സഹായത്തിനായിട്ട് ആളെ വിളിക്കും. അപ്പൊ അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ഫോണിന്റെ വയറുണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്ത് വിടും. അപ്പോൾ ഹാരി പെട്ടെന്ന്, ഹേയ് ലേഡി നീ എന്താ ഈ ചെയ്യുന്നേ? ഇല്ല എന്റെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് മതി നിങ്ങളുടെ ഈ പ്രശ്നം. അപ്പോൾ ഹാരി പറയും, അതല്ല, ഇനി ഈ ബലൂൺ ഉയരത്തിലേക്ക് പോയി കഴിഞ്ഞാലേ നമുക്ക് ഓക്സിജൻ നഷ്ടപ്പെട്ട് നമ്മളെല്ലാവരും മരണപ്പെടും, അതുകൊണ്ട് ബലൂൺ താഴേക്ക് ഇറക്കണം. അപ്പോഴാണ് നമ്മുടെ എമി ഇവരോട് പറയുന്നത്, ഹേയ് ജൂലിയ നിങ്ങൾ പറയുന്നത് കേൾക്ക്, നിങ്ങൾ പറയുന്നതിൽ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇപ്പോൾ ഈ ബലൂൺ പറത്താനായിട്ട് ഹാരിയെ സമ്മതിക്കണമെന്ന് പറയുമ്പോൾ അവളിങ്ങനെ മിണ്ടാൻ നിൽക്കുന്നത്, ഹാരി അത് പറത്താനായിട്ട് ശ്രമിക്കുന്നതും ഇവൾ ഓടി വന്നിട്ട് തടയാൻ ശ്രമിക്കും. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മുടെ ഹാരിയും സാക്കും അവളെ എങ്ങനെ പിടിച്ചു വെച്ച ആ ഒരു കത്തി അവളുടെ കയ്യിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ ബലൂണിൽ കടന്നിട്ട് ഇവർ മൂന്നുപേരും പിടിയും വലിയാവുന്നു. ഒരവസരത്തിലെ ജൂലി അടുത്തുള്ളൊരു കമ്പിയുണ്ട്, അതെടുത്തു വെച്ച് ഇവരെ അടിക്കാൻ ശ്രമിക്കും. അങ്ങനെ അടിച്ചടിച്ച് വീണ്ടും ഇവർ രണ്ടുപേരും ജൂലിയെ പിടിച്ച് താഴേക്കിനെ തള്ളി വെച്ചിട്ട് അവളുടെ കയ്യിലുള്ള ആ കത്തി ഉണ്ടല്ലോ അത് ഇടിച്ചിടിച്ചങ്ങ് താഴെയിടും. അപ്പൊ ഇവളുടെ കയ്യിൽ ആ ഒരു കമ്പി മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഇവളിപ്പോ സാക്കിനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ സാക്ക് ഒഴിഞ്ഞു മാറുന്നതും ഇതിനകത്ത് സിലിണ്ടർ ഉണ്ട്, ഈ തീ കത്തിക്കാനുള്ള ഗ്യാസ് ഉണ്ടല്ലോ അതാണ്, അതിന്റെ വയർ അവള് കട്ട് ചെയ്തങ്ങ് വിടും. അപ്പോൾ സാക്ക് പെട്ടെന്ന് ആ ഒരു കമ്പിയിലേക്ക് കയറി പിടിച്ചിട്ട് ഇവര് രണ്ടുപേരും വീണ്ടും പിടിയും വലിയാവുന്നതും ഈ കമ്പി നേരെ മുകളിലേക്ക് ആ ഒരു തീ കത്തുന്ന ഭാഗത്തേക്ക് വന്നിട്ട് അതിൽ പിടിച്ചൊരു ഒറ്റ വലി. ഇപ്പൊ അവിടെ നല്ലതുപോലെ തീ പടർന്നു പിടിക്കുന്നു. ആ തീയാണെങ്കിൽ ജൂലിയുടെ ദേഹത്തും പിടിക്കും. അവള് മൊത്തത്തിൽ നിന്നിങ്ങനെ കത്തുകയാണ്. അതുപോലെ വേദന കാരണം അവൾ അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഹാരി ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. എമി ആണെങ്കിലോ ഒരു വലിയ തുണി എടുത്തിട്ട് ജൂലിയെ പെട്ടെന്ന് മൂടും. അതുകൊണ്ട് തന്നെ അവളുടെ ദേഹത്തുള്ള ആ തീ ഉണ്ടല്ലോ അത് പെട്ടെന്ന് അണയുന്നുണ്ട്. അങ്ങനെ തീയെല്ലാം അണച്ചിട്ട് ഇവരിപ്പോ ഒരു വിധത്തില് ഈ ബലൂണിന് വലിയ രീതിയിൽ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അതുമല്ല ഈ ബലൂൺ ഇപ്പോൾ കുറച്ചുകൂടി ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനിപ്പോ താഴെ ഇറക്കാൻ കഴിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഹാരി പറയും, അത് നോക്കുവാണെന്നും പറഞ്ഞ് ഈ ബലൂണിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ ഒരു ചെറിയ ക്യാപ്പ് പോലെ, അത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കയറ് അത് കട്ടായി പോയി. അത് പിടിച്ചാൽ മാത്രമേ ആ ഭാഗം തുറന്നിട്ട് ബലൂൺ താഴേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പൊ അത് കട്ടായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഹാരി എഴുന്നേറ്റ് ആ കൂടയുടെ മുകളിലേക്ക് ചവിട്ടി നിന്നിട്ട് അത് കൈകൊണ്ട് എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ എത്തി ഒരു വിധത്തില് അതിലേക്ക് അങ്ങനെ പിടിക്കും. പക്ഷേ കയ്യിൽ നിന്ന് പിടിവിട്ടു പോവും.
അപ്പൊ ജൂലിയ കണ്ണു തുറന്ന് ഇതെല്ലാം നോക്കാണ്. അവളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ പൊള്ളിപ്പോയി. അങ്ങനെ അവള് വേദന സഹിച്ച് കിടക്കുന്നു. ഹാരി ആണെങ്കിൽ വീണ്ടും ആ ഒരു കയറിലേക്ക് ഇങ്ങനെ എത്തിപ്പിടിച്ചിട്ട് അത് പിടിച്ച് വലിക്കുന്നതും ഇപ്പൊ എന്തായാലും ഈ ബലൂണിന്റെ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ അത് മൂടി. അതുകൊണ്ട് തന്നെ ഇവര് ചെയ്യാനുള്ള കാര്യം വർക്കായി. എന്തായാലും അത് താഴേക്ക് വലിച്ചെടുക്കണം. അതിനുവേണ്ടി അവൻ വീണ്ടും ശ്രമിക്കുമ്പോൾ ജൂലി എഴുന്നേറ്റിട്ട് ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഓടി വന്ന് ഹാരിയെ അകത്തോട്ട് പിടിച്ച് വലിക്കുന്നതാണ്. പക്ഷെ അവൻ ഈ അറ്റത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹാരിയുടെ പിടിവിട്ട് അവൻ നേരെ താഴേക്ക് വീഴുന്നു. അതും അത്രയും ഉയരത്തിൽ നിന്നും. അങ്ങനെ താഴേക്ക് വീണ് ഒരു കല്ലേക്കടിച്ച് ചിന്നി ചിതറി അങ്ങ് പോകും അവന്റെ ശരീരം. ഇത് കണ്ട് ഇവര് 3 പേര് താഴേക്ക് നോക്കി ഇങ്ങനെ നിൽക്കാണ്. പെട്ടെന്നാണ് സാക്ക് എമിയും ഹേയ് നീ അയാളെ കൊന്നു, നീയാണ് അത് ചെയ്തതെന്ന് പറയുമ്പോൾ ജൂലി പറയും ഇല്ല ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നെല്ലാം അവള് പറയുന്നുണ്ട്. പക്ഷെ ഇവര് സമ്മതിക്കണ്ടേ. എല്ലാവരും പേടിച്ചങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഈ ബലൂണിലുള്ള ആ ഒരു ഡിവൈസിലെ ഉയരം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഓക്സിജന്റെ അളവ് കുറയാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഇവർക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ അതിനകത്ത് നല്ലതുപോലെ നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ജൂലിയെയും അതേപോലെ തന്നെ സാക്കും രണ്ടുപേരും ബോധമില്ലാതെ താഴേക്ക് വീഴുന്നതും ഇപ്പൊ ഈ ബലൂൺ എന്തെങ്കിലും ചെയ്താലേ മതിയാവും. അതുകൊണ്ട് നമ്മുടെ എമി അവൾക്ക് വലിയ കുഴപ്പം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ ഈ ബലൂണിന് മുകളിലേക്ക് എഴുന്നിട്ട് ആ ഒരു കയർ പിടിച്ച് വലിക്കണം. അതിനുവേണ്ടി അവൾ ഇവിടെ തൂങ്ങിക്കിടന്ന് ഈ കയറിൽ പിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരവസരത്തില് അവളുടെയും ബോധം പോയിട്ട് പെട്ടെന്ന് അവൾ മയങ്ങി അങ്ങ് വീഴുന്നു. മൊത്തത്തിൽ ബ്ലാങ്ക് ആയിപ്പോയി. അങ്ങനെ കിടന്നിട്ട് കുറെ കഴിഞ്ഞ് ഇവള് ബോധമില്ലാതെ നിൽക്കല്ലേ. അതുപോലെ അവള് പിടിച്ചിരിക്കുന്ന ആ ഒരു കയറിൽ നിന്ന് കൈയിന്റെ പിടി പതിയെ പതിയെ വിട്ട് ആ പിടി താഴേക്ക് വീഴുന്നതും പെട്ടെന്ന് അവളുടെ ബോധം വീണ്ടും തിരിച്ചു വരുന്നു. കാരണം ഈ ഒരു ഓക്സിജന്റെ അളവ് കുറേയും കൂടെ എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുപോലെ ഇത്രയും ഉയരത്തിൽ നിൽക്കല്ലേ. അങ്ങനെ വീണ്ടും ആ ഒരു വെള്ള കയറുണ്ടല്ലോ അത് പിടിക്കാൻ വേണ്ടി അവൾ ശ്രമിച്ച് അവസാനം ആ കയറ് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കാണ് മുകളിലത്തെ ആ ഒരു ക്യാപ്പ് പോലത്തെ ഭാഗം തുറന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ബലൂൺ പതിയെ താഴേക്ക് പോകുന്നു. അങ്ങനെ ആ ഒരു കയർ പിടിച്ച് അവളുടെ ദേഹത്തുള്ള ഒരു ബെൽറ്റിൽ കെട്ടിയിട്ട് അത് പിടിച്ച് താഴേക്ക് കെട്ടി വെച്ച് ഈ ഒരു കയർ എന്തായാലും സേഫ് ആക്കി. അത് കഴിഞ്ഞിട്ട് എമി നേരെ സാക്കിന്റെ അടുത്തേക്ക് വന്ന് സാക്കിനെ വിളിക്കും. ഹേയ് എനിക്ക് ആ കയർ കിട്ടി, ഇപ്പൊ ഓക്കെ ആണെന്ന് പറയുന്നതും ഈ ബലൂൺ കുറച്ച് താഴേക്ക് വന്നതുകൊണ്ട് തന്നെ അവന് കണ്ണുറക്കുന്നു. അങ്ങനെ കണ്ണുറന്ന് കഴിഞ്ഞിട്ടാണ് ഓക്കെ ഇപ്പോഴും ബലൂൺ പറന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇത് എങ്ങോട്ട് പോകുന്നെന്ന് എനിക്കറിയത്തില്ല, ഇത് നിയന്ത്രിക്കാനും എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ സാക്ക് പറയും അതിനു മുന്നേ നമുക്ക് ഇവളെ കെട്ടിയിടണം, കാരണം ഇവള് അപകടകാരിയാണ് എന്നും പറഞ്ഞിട്ട് അവളുടെ കൈയും കാലും കെട്ടിയിടും. അതേപോലെ തന്നെ അവളുടെ വായും തുണി കൊണ്ട് കെട്ടിവെക്കും. അതുകൊണ്ട് അവൾക്ക് മിണ്ടാൻ കഴിയത്തില്ല. ജൂലിയ മിണ്ടാൻ കഴിയാതെ അവിടെ കിടക്കാണ്. എന്നിട്ടാണ് സാക്ക് എഴുന്നേറ്റ് എമിയുടെ അടുത്തേക്ക് വന്നിട്ട് എമി അവൾ പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും അവളോടൊപ്പം ഉറങ്ങിയിട്ടില്ല, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, എനിക്ക് നിന്നെ അല്ലാതെ വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എമി പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഫോട്ടോ കാണിച്ചു തരാൻ പറയുമ്പോൾ അവൻ പെട്ടെന്ന് ദേ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞ് ആ ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവൻ ഷർട്ട് ഇടാതെ നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം ഉണ്ട്. അതിൽ അവന്റെ ബർത്ത് മാർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എമി പറയും അങ്ങനെയാണെങ്കിൽ നിന്നെ എനിക്ക് വിശ്വസിക്കണം. അതെ എമി അതാ വേണ്ടത്, കാരണം നമ്മളിപ്പോൾ ഒരു പുതിയ കുടുംബം ഉണ്ടാക്കാൻ പോവാണ്, അതിനിടയിൽ നിന്നോട് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സാക്ക് ഇപ്പോൾ സമാധാനപ്പെടുമ്പോഴത്തേക്കാണ് അടുത്തൊരു പ്രശ്നം. ഈ ബലൂൺ പറന്നു പോകുന്നത് അടുത്തൊരു വലിയ മലയുടെ അടുത്തേക്ക്. പക്ഷെ ഈ ബലൂൺ ഉയർത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ആ ബലൂൺ മലയിലേക്ക് ഇടിച്ചിട്ട് ഇവരുടെ എല്ലാവരുടെയും കാര്യം കഴിയും. അതിനു മുന്നേ എന്തെങ്കിലും ചെയ്തേ മതിയാവും. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു ബലൂൺ മുകളിലേക്ക് ഉയർത്താനായിട്ട് കഴിയത്തില്ല, അതറിയത്തില്ല. അപ്പോൾ എമി പറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിലിണ്ടർ എല്ലാം താഴേക്ക് എറിയാന്ന് പറയുമ്പോൾ സാക്ക് പറയും ദേ അവളെ എടുത്ത് പുറത്തേക്ക് എറിയാന്ന് പറയുന്നതും സിലിണ്ടർ മാത്രം താഴേക്ക് എറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഇപ്പോൾ സിലിണ്ടർ എടുത്ത് താഴേക്ക് എറിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബലൂണിന്റെ ഭാരം കുറഞ്ഞിട്ട് അത് മുകളിലേക്ക് കുറച്ചുകൂടി ഉയരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് താഴേക്ക് എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ബലൂണാണെങ്കിലോ അടുത്തേക്ക് പോകുന്നു. ഇപ്പൊ അടുത്തേക്ക് ചെല്ലുന്നതോറും ഇത് മുകളിലേക്ക് ഉയരുന്നില്ല. ഇനിയിപ്പോ വേറെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജൂലിയെ പേടിച്ചിരിക്കുകയാണ്. അവസാനം ഈ ബലൂൺ പതിയെ ആ മലയിലേക്ക് വന്നെങ്കിൽ ഇടിക്കും. അതുപോലെ ഇത് വലിയ തുണിയല്ലേ, എന്നിട്ട് ഇത് കറങ്ങി ആ മലയിലോട് ചേർന്ന് തന്നെ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കൂർത്ത ഭാഗമുണ്ട്. അവിടേക്ക് ഈ ഒരു തുണി കയറിയിട്ട് അതിൽ തട്ടി ആ ഒരു തുണി കീറുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ കീറലല്ല, ചെറിയ രീതിയിൽ കീറിയിട്ടുണ്ട്. എന്നിരുന്നാലും ബലൂണ് കുഴപ്പമില്ല, അത് പറക്കുന്നുണ്ട്. അങ്ങനെ ഈ മലയുടെ അടുത്ത് നിന്ന് ബലൂൺ മാറി മറ്റൊരിടത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് ഇവർക്ക് സമാധാനമാവുന്നത്. എന്നിരുന്നാലും ഇവർക്ക് താഴെ ഇറങ്ങിയല്ലേ മതിയാവും, അതിനെന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അങ്ങനെ അത് ആലോചിച്ച് നിന്നിട്ട് ഇപ്പോൾ ഇവർക്ക് കുടിക്കാനായിട്ട് ആ കൂടയ്ക്കുള്ളിൽ വെള്ളം ഉണ്ടായിരുന്നു, അതെടുത്ത് നമ്മുടെ സാക്കിന് കുടിക്കാൻ കൊടുക്കുന്നു. അതേപോലെ കെട്ടിയിട്ടിരിക്കുന്ന ജൂലി ഉണ്ടല്ലോ അവൾക്കും എമി കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ സാക്ക് പറയുന്നത് ഹേയ് ജൂലിയ നിനക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് വേറെ ആരെങ്കിലും പരിചൂടായിരുന്നു, എന്തിനാ എന്റെ പിറകെ വന്നെന്ന് ചോദിക്കുമ്പോൾ ജൂലി ഇവിടുന്ന് ദേഷ്യപ്പെട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവനത് കാര്യമാക്കാതെ ഇവരങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ബലൂൺ ഇപ്പോൾ വലിയൊരു മേഘത്തിനുള്ളിലേക്ക് കയറി പോകുന്നു. അതുകൊണ്ട് തന്നെ പുക കാരണം ചുറ്റിനുള്ള ഒന്നും കാണാൻ കഴിയുന്നില്ല. ഈ ബലൂൺ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ജൂലിയന്റെ അടുത്ത് ആ ഒരു കത്തി ഉണ്ടല്ലോ അത് കിടക്കുന്നു. അതുമല്ല അവളുടെ കയ്യിലെ കെട്ടാണെങ്കിലോ അവള് പതിയെ അഴിച്ചിട്ട് ആ ഒരു കത്തി എടുക്കാൻ ശ്രമിക്കും. അത് ഇവർ ശ്രദ്ധിക്കത്തില്ല. ഇവരാണെങ്കിലോ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതുകൊണ്ട് അതൊന്നും കാണുന്നതുമില്ല.
അങ്ങനെ അവൾ ആ കത്തിയെടുക്കാൻ ശ്രമിക്കുന്നതും ഇപ്പൊ സാക്ക് ജൂലിയനോട് ചോദിക്കും, ഏയ് എന്റെ സുഹൃത്തുക്കളും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ അവരെ ആരെയും ആ സ്ത്രീകൾ പിന്തുടരാറില്ല. നീ എന്തിനാ എന്റെ പുറകെ വരുന്നേ? നിനക്ക് എന്തിനാ പണമെന്നില്ല ചോദിക്കുമ്പോൾ ജൂലിയൻ ഇവരോട് സംസാരിച്ച് പതിയെ അവർ കത്തി എടുത്തിട്ട് ഇവിടെയാണ് അവളൊരു ടെസ്റ്റ് പറയാൻ പോകുന്നത്. സത്യത്തില് ജൂലിയൻ ഒരിക്കലും വെറുതെയല്ല സാക്കിനെ ഫോളോ ചെയ്യുന്നത്. അതിനൊരു കാരണമുണ്ട്. എന്താന്ന് വെച്ചാല് അവള് പറയും, നീ എന്റെ അച്ഛനെ കൊന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എമി ചോദിക്കും, എങ്ങനെ? കാരണം അവന്റെ കമ്പനിയിൽ ജോലി ചെയ്ത എന്റെ അച്ഛനെ അവൻ പിരിച്ചുവിട്ടു. അതിന്റെ വിഷമത്തില് എന്റെ അച്ഛൻ മരിച്ചു. അതിന് കാരണം ഇവനാണ്. എന്റെ അച്ഛൻ മരിക്കാൻ കാരണം ഇവനാണെന്ന് പറഞ്ഞ് അവള് വിഷമിക്കുമ്പോഴത്തേക്കും സാക്ക് പറയും, ഹേയ് അതെല്ലാം ബിസിനസിന്റെ ഭാഗമാണ്, അത് മനസ്സിലാക്കാൻ കഴിയാതെ നിന്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ജൂലിയൻ എഴുന്നേറ്റ്, നിനക്കത് വെറും ബിസിനസിന്റെ ഒരു കാര്യമായിരിക്കും, പണത്തിന്റെ ആവശ്യം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എന്റെ കുടുംബമാണ് നഷ്ടപ്പെട്ടത്, എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്റെ അച്ഛൻ മാത്രമായിരുന്നു എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് നിന്ന് ആ ഒരു കത്തി എടുത്തിട്ട് ഓടി വന്ന് അവന്റെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത്. അങ്ങനെ കുത്തുകൊള്ളുന്നതും അവന്റെ നെഞ്ചിലല്ല അവന്റെ തോളിലാണ് കുത്തുകൊള്ളുന്നത്. അവൻ താഴെ വീഴുമ്പോൾ എമി പെട്ടെന്ന് അവളെ തടയാനായിട്ട് വരും. അപ്പോഴും ജൂലിയ പറയുന്നത് ഇത് തന്നെയാണ്, തന്റെ അച്ഛൻ മരിക്കാൻ കാരണം അവനാണ്, അതുകൊണ്ട് ഇവനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനെ വീണ്ടും കൊല്ലാനായിട്ട് വരുമ്പോൾ എമി ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട്, ഹേയ് ഇപ്പൊ എന്തായാലും പ്രശ്നങ്ങൾ കഴിഞ്ഞു, ഇത് നമുക്ക് പറഞ്ഞു തീർക്കാം, ഇതല്ലാതെ വേറെ മാർഗമില്ല, അതുകൊണ്ട് നീ അത് കേട്ടേ മതിയാവും എന്നെല്ലാം പറയുമ്പോൾ ജൂലിയ ഒരു വിധത്തിൽ അടങ്ങും. അപ്പോൾ ജൂലിയ പറയും, അതെ ശരിയാണ്, ഇതിൽ ഞാൻ നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഞാൻ ആ ഒരു ദേഷ്യം കാരണം ചെയ്താണെന്നെല്ലാം പറഞ്ഞു വരുന്നതും സാക്കുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന ഒരു സിലിണ്ടർ എടുത്ത് ജൂലിയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ ഇടി കൊണ്ട് ജൂലിയ താഴേക്ക് വീഴുന്നതും ആ സ്പോട്ടിൽ തന്നെ പാവം ജൂലി അവിടെ വെച്ച് മരിച്ചു. ഇത് നമ്മുടെ എമിയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവള് ജൂലിയോട് സംസാരിച്ച് അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചതാണ്, അവള് സമാധാനപ്പെട്ട് വന്നതുമാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്ന ഒരിക്കലും എമി പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കുറെ നേരം എമി അവിടെ തന്നെ ഇരുന്നിട്ട് ജൂലിയെ നോക്കുമ്പോൾ അവൾക്ക് അനക്കൊരാതെ കിടക്കാണല്ലോ. അതുകൊണ്ട് ഇപ്പോ സാക്കിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് സാക്ക് പറയും, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നും പറഞ്ഞ് ഇപ്പൊ അവന്റെ ദേഹത്ത് ആ ഒരു മുറിവ് കാരണം ഒരുപാട് രക്തം പോകുന്നുണ്ട്. അത് തടയാൻ വേണ്ടി കുറച്ച് തുണിയെല്ലാം വെച്ച് കൊടുത്തിട്ട് അവനോട് കൈ ഇങ്ങനെ പിടിക്കാൻ പറയും. അങ്ങനെ അവനതും പിടിച്ചവിടെ ഇരിക്കുന്നതും വീണ്ടും ഈ ബലൂൺ കറങ്ങി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ ആ ഒരു മേഘത്തിൽ നിന്നും ബലൂൺ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടുത്തൊരു മലയുടെ അടുത്തേക്കാണ് ഈ ബലൂൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയെങ്കിലും ഇവർക്ക് തടഞ്ഞേ മതിയാവൂ. വീണ്ടും തുണി കീറിക്കഴിഞ്ഞാല് ഇത് താഴേക്ക് വീണ ഇവർ മരണപ്പെടും. അതുകൊണ്ട് ഞാൻ എന്തായാലും ആ കാര്യം ചെയ്യാൻ പോവാണ്, എന്റെ മുകളിലേക്ക് തള്ളിവിടുന്നും പറഞ്ഞ് അവൾ ആ ഒരു തീ ഉണ്ടല്ലോ അത് കത്തിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് കത്തുന്നില്ല. കാരണം അതിന്റെ ആ ഒരു സ്വിച്ചോ എന്തോ ഭാഗം കേടായതുകൊണ്ട് അത് കത്തുന്നില്ല. അപ്പൊ അത് മാനുവലായിട്ട് തന്നെ കത്തിക്കണം. അതുമല്ല ഈ ഒരു മല കടന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇത് വെയിറ്റ് കുറയണമല്ലോ. അപ്പോ സാക്ക് അവളോട് പറയും, ദേ അവളുടെ ശരീരം എടുത്ത് പുറത്തേക്ക് കളയും, അവളെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ ആവുന്നെന്ന് പറയുന്നത്. ജൂലി അവളെ ഒന്നും ചെയ്തില്ല, പകരം അവളുടെ ശരീരം ഒരു തുണി കൊണ്ട് നല്ലതുപോലെ മൂടി വെക്കും. എന്നിട്ട് താഴെ നിന്നും ഒരു ലൈറ്റർ എടുത്ത് അത് വെച്ച് മുകളിലേക്ക് അടിച്ചു കൊടുക്കുന്നതും ഇപ്പൊ അവിടെ തീ കത്തി. അതുകൊണ്ട് തന്നെ ഈ ഒരു ബലൂൺ പതിയെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നു. അങ്ങനെ എന്തായാലും സേഫ് ആവുമെന്ന് ഇവർ വിചാരിക്കുമ്പോൾ ഈ മലയുടെ മുകളിലായിട്ട് നല്ല മേഘവും അതേപോലെ തന്നെ കാറ്റും ഉള്ളത് കൊണ്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ഈ മലയുടെ സൈഡിലൂടെ പോകാന്ന് പറഞ്ഞ് അവളിപ്പോ ആ ബലൂൺ പതിയെ താഴേക്ക് കൊണ്ടുവരും. അങ്ങനെ ഈ ബലൂൺ താഴേക്ക് വന്ന് മലയുടെ സൈഡിലൂടെ ബലൂൺ ഇപ്പുറത്തെ വശത്തേക്ക് വരുന്നതും ഇപ്പൊ ഇവര് കുറച്ചുകൂടി സേഫായി. അതുപോലെ പാവം ജൂലിയെ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. അവളുടെ ശരീരം അവൾ നല്ലതുപോലെ തന്നെ മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ജൂലിയന്റെ ശരീരം ഇവർ നല്ലതുപോലെ തന്നെ മൂടി വെച്ചിട്ട് ഇപ്പൊ എമി എഴുന്നേറ്റ് ബലൂണിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, നീ അവൾക്ക് ആ ഒരു മദ്യം വാങ്ങി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നെന്ന് പറയുമ്പോൾ സാക്ക് പറയും, ഓ അപ്പൊ അവൾക്ക് മദ്യം വാങ്ങി കൊടുത്തതുകൊണ്ട് ഇതെല്ലാം ഞാൻ ചെയ്ത തെറ്റാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം എന്റെ മേലിൽ കൊണ്ടുവരാനാണ് നീ ശ്രമിക്കുന്നത്? അല്ല പിന്നെന്താണ്, കഴിഞ്ഞ 6 മാസമായിട്ട് നിന്നോട് ഞാൻ ജീവിക്കുന്നു, ഏതെങ്കിലും സമയത്ത് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? എന്നോടൊപ്പം വെളിയിൽ വരാനായിട്ട് ഞാൻ എപ്പോഴും നിർബന്ധിച്ചിട്ടുണ്ടോ എന്നെല്ലാം പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് നമ്മുടെ എമി ഉണ്ടല്ലോ കുറച്ച് മുന്നിലേക്ക് നടന്നു വരുന്നതും പെട്ടെന്ന് ഇവർ നിൽക്കുന്ന ആ ഒരു കുട്ടയുടെ അടിഭാഗം അത് പൊളിഞ്ഞിട്ട് എമി താഴേക്ക് വീഴും. പക്ഷെ അവൾ അതിൽ പിടിച്ചിങ്ങനെ കിടക്കാണ്. എന്നിട്ട് സാക്കിനെ നോക്കുമ്പോൾ അവ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് അവൾ സാക്ക് എന്ന് വിളിക്കുന്നത്. അവൻ പെട്ടെന്ന് വന്ന് എമിയുടെ കയ്യിൽ പിടിച്ചിട്ട് അവളെ വലിച്ച് മുകളിലേക്ക് എടുക്കാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല, കാരണം അവന്റെ കൈ മുറിഞ്ഞിരിക്കുവാണല്ലോ. അപ്പോഴേക്കും അവളുടെ പിടി വിട്ടിട്ട് അതിന്റെ താഴെയുള്ള ഒരു തടിയിലേക്ക് അവൾ കയറി പിടിക്കും. തൂങ്ങിക്കിടക്കുമ്പോൾ സാക്ക് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു കയറെടുത്ത് താഴേക്ക് ഇട്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എമിയുടെ പിടി വിട്ട് എമി നേരെ ആ കയറിലേക്ക് വന്ന് വീഴുന്നതും അവൾ ആ കയറിൽ പിടിച്ച് എന്നെ രക്ഷിക്കെന്ന് പറയുമ്പോൾ സാക്ക് എങ്ങനെയോ ആ കയറ് വലിച്ച് നമ്മുടെ എമിയെ മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും അവൾ മരിച്ചില്ല. അങ്ങനെ മുകളിൽ കയറുമ്പോഴത്തേക്ക് സാക്ക് പറയും, ഹേയ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എമി നീ എന്നെ സഹായിക്കത്തില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയും, എന്തുകൊണ്ട്? ഇല്ല, നീ ഒരു നിമിഷം ഒന്ന് മടിച്ചു നിന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നീ എന്നെ സഹായിക്കത്തില്ലാന്ന്. അപ്പൊ അവൻ പറയും, ഹേയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ഇപ്പൊ രണ്ടുപേരും കുറെ നേരം അവിടെ തന്നെ ഇരിക്കുകയാണ്.
ഇപ്പോൾ ഈ ബലൂൺ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്കാണ് കുറെ ദൂരെയായിട്ട് നല്ല മഴ വരാൻ പോകുന്നു. ആ ഒരു കറുത്ത മേഘങ്ങളെല്ലാം ഇവർ കാണുന്നുണ്ട്. അപ്പോഴേക്കും ഇവർ ദിശ മാറ്റാൻ വേണ്ടി ഇതിലേക്ക് എയർ നിറയ്ക്കുന്നിട്ട് അത് കത്തിച്ചു കൊടുക്കും. പക്ഷേ എയർ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിൽക്കത്തില്ല. കാരണം ഇതിന്റെ ഒരു ഭാഗം കീറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കിത് നല്ലതുപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ എമി പറയും, ഇതിപ്പോ ആ തുണി നമുക്ക് അടച്ചേ മതിയാവൂ, ഇല്ലാതെ വേറെ വഴിയില്ലെന്ന് പറയുമ്പോൾ സാക്ക് പറയുന്നുണ്ട്, നിനക്കൊണ്ടത് ചെയ്യാൻ കഴിയോ, എന്തായാലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് എമി ഇപ്പോൾ അവർ കയറിൽ ചവിട്ടി നേരെ മുകളിലേക്ക് കയറും. അതുമല്ല ഇപ്പൊ തന്നെ നല്ല ഇതിൽ മഴ പെയ്യുന്നുണ്ട്. ബലൂൺ ആണെങ്കിൽ ആടി ആടിയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ എമി മുകളിലേക്ക് പിടിച്ചു കയറി ആ ഒരു തുണിയിൽ തൂങ്ങി കിടന്നിട്ട് പറക്കുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ അതെല്ലാം കയ്യെത്തി പിടിക്കാണ്. ഇത് റിയലായിട്ട് സംഭവിക്കുകയില്ലേ എന്ന് നമുക്കറിയത്തില്ല. എന്നിരുന്നാലും ഇത് കാണുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത പേടിയാണ്. ആ ഒരു ഇരുട്ടും മഴയും പിന്നെ ഇത്രയും ഉയരത്തിൽ ബലൂൺ കൈവിട്ട് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് നമ്മുടെ എമി അവസാനം ആ തുണി എങ്ങനെയും പിടിച്ചു വെച്ച് അതവിടെ കെട്ടിവെച്ചിട്ട് ഇപ്പോൾ ബലൂണിന്റെ കീറിയ ഭാഗം ഉണ്ടല്ലോ അത് ചെറിയ രീതിയിൽ ഇവർ അടച്ചു വെച്ചു. എന്നിട്ട് എമി നേരെ താഴേക്ക് ഇറങ്ങും. അങ്ങനെ ഒരുപാട് നേരത്തെ പോരാട്ടത്തിന് ശേഷം ഇവർ ആ ഒരു തീ താഴെ നിന്ന് കത്തിച്ചു കൊടുക്കുന്നതും ഇപ്പോൾ ബലൂൺ കൺട്രോളിലാവുന്നുണ്ട്. എന്നിട്ട് അത് പറന്ന് മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ ഈ മഴയിൽ നിന്നും ഇവരെങ്ങനെയും രക്ഷപ്പെട്ടു. ഇപ്പൊ നല്ല സൂര്യപ്രകാശം കാണുന്നുണ്ട്. അങ്ങനെ ഈ മലകളെല്ലാം കടന്നിട്ട് അടുത്ത വശത്തേക്ക് ബലൂൺ പറന്നു പോകുമ്പോഴത്തേക്കാണ് സാക്ക് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് പരന്ന ഒരു പ്രദേശമുണ്ട്. അപ്പൊ ഇത്രയും നേരം ഈ ഒരു ബലൂൺ ഇവർ താഴെ ഇറക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവർ വന്നത് മലകൾക്കിടയിലൂടെയാണ്. അവിടെ താഴെ ഇറക്കാനായിട്ട് നല്ലൊരു സ്ഥലമില്ല. അതുകൊണ്ട് ഇപ്പോൾ പരന്നൊരു സ്ഥലം കണ്ടതുകൊണ്ട് അവിടേക്ക് ഇറങ്ങാനായിട്ട് ഇവർ രണ്ടുപേരും തീരുമാനിച്ച് ഇപ്പോൾ ബലൂൺ അവിടേക്ക് പറന്നു പോകുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്ക് അവൻ പറയുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കടന്നു വന്നത് എന്നെല്ലാം പറയുന്നതും എമി കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പെട്ടെന്ന് ജൂലിയ ഇതിനു മുന്നേ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ആലോചിക്കും. എന്താന്ന് വെച്ചാല് അവന്റെ ഒരു സോക്സ് ഉണ്ട്, അതും അവന് മാത്രമുള്ളൊരു സോക്സ്. അതിനെപ്പറ്റി ജൂലിയ പറഞ്ഞിരുന്നു. അല്ല, ഈ ഒരു സോക്സിനെ പറ്റി അവൾക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ചിലപ്പോൾ സോക്സ് കാണുന്ന രീതിയിലായിരിക്കാം ഞാൻ ഷൂ ധരിച്ചത്, അങ്ങനെ കണ്ടതാണെന്ന് പറയുമ്പോൾ ഹെമി പറയും, അല്ല നിങ്ങളുടെ സോക്സിലെ ആ ഒരു ഇനിഷ്യലുകള് അതവള് നല്ലതുപോലെ കണ്ടുപിടിച്ചു. അതെങ്ങനെ, ബാറിൽ വെച്ചത് നിങ്ങൾ ഷൂസ് അഴിച്ചോ? അതുമല്ല, നിങ്ങളുടെ ആ ഒരു സോക്സ് അത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇറ്റാലിയിൽ നിന്നും നിർമ്മിച്ചതാണ്. അതിവിടെ സാധാരണ ഒരു മാർക്കറ്റിൽ കിട്ടുന്നതുമല്ല. അത് അവള് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് അഴിച്ചിരിക്കണം. അതുകൊണ്ട് എന്നെ പറ്റിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും പറയുവാണെന്ന് ചോദിക്കുമ്പോൾ അവൻ മറുപടിയൊന്നും പറയത്തില്ല. അപ്പോൾ എമി പറയും, ശരി അവളുടെ ഫോൺ ഇങ്ങെടുക്ക്, അതിലെന്തെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവള് ഫോൺ തിരക്കുമ്പോഴത്തേക്കും ഫോൺ ഇപ്പോൾ സാക്ക് ഉണ്ടല്ലോ അവന്റെ അടുത്ത് കിടക്കാണ്. അങ്ങനെ എമി അവിടെ അന്വേഷിക്കുന്ന സമയത്ത് സാക്ക് പതിയെ കാലുകൊണ്ട് ആ ഒരു ഫോൺ തട്ടി താഴേക്കിടും. ഇത് അവൾ അറിയത്തതുമില്ല. അപ്പോഴും എമി പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ ഫോൺ ഇങ്ങെടുക്ക്, അവൾ അയച്ച ആ ഒരു മെസ്സേജ് ഞാൻ കാണട്ടെ എന്ന് പറയുമ്പോൾ അവൻ പറയും, അതിനെന്താ കുഴപ്പം, എന്താ തരാന്ന് പറഞ്ഞ് അവന്റെ ഫോൺ എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ എമി അവന്റെ ഫോണിൽ ആ ഒരു മെസ്സേജ് ഇങ്ങനെ പരിശോധിക്കാണ്. ദേ കണ്ടില്ലേ, അവൾ എനിക്ക് മെസ്സേജ് മാത്രമേ അയച്ചിട്ടുള്ളൂ, പണം തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതിലെന്നെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുമെന്ന് പറയുന്നതും ഇവിടെയാണ് നമ്മുടെ സാക്ക് മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം. ആ മെസ്സേജിൽ ഒരു വീഡിയോ കൂടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അവൻ തുറന്ന് നോക്കിയില്ല. അതിപ്പോ നമ്മുടെ എമി കാണും. എന്നിട്ട് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതും ഇവിടെയാണ് അടുത്ത ടെസ്റ്റ്. ഇത്രയും നേരം ഞാൻ വിചാരിച്ചത് ഓക്കെ സാക്ക് കാരണം ജൂലിയുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് മാത്രമാണ് അവൾ അവനെ കൊല്ലാനായിട്ടും അതേപോലെ തന്നെ ആ ഒരു പണം ചോദിച്ചു അവന്റെ പിറകെ വന്നത്, അല്ലാതെ അവൾ പറയുന്നത് പോലെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടന്നിട്ടില്ല എന്നാണ് ഞാൻ ഇത്രയും നേരം വിശ്വസിച്ചത്. അതുപോലെയാണല്ലോ നമ്മുടെ സാക്ക് എമിയോട് പറഞ്ഞത്, ഇതുവരെയും അവൻ ഒരിക്കലും അവളോടൊപ്പം ഉറങ്ങിയിട്ടില്ലാന്ന്. പക്ഷെ അത് കള്ളമായിരുന്നു. എന്താന്ന് വെച്ചാല് അവൻ അവളോടൊപ്പം കിടന്നിട്ടുണ്ട്. ആ വീഡിയോ സാക്ക് അറിയാതെ ജൂലിയ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതാണ് അവന് മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുത്തത്. അതിപ്പോ നമ്മുടെ എമി കാണുന്നതും സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഇനിയിപ്പോ അവൻ എന്ത് കള്ളം പറയും? ഒരു കള്ളവും പറയാൻ കഴിയത്തില്ല. എല്ലാം കണ്ടതുകൊണ്ട് എമി ചോദിക്കും, അപ്പോ നീ എന്നോട് കള്ളം പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെയാണ് അവന്റെ മനസ്സ് പെട്ടെന്ന് മാറുന്നത്. അപ്പൊ എമി, ഇതുപോലെ വേറെ എത്ര സ്ത്രീകളുണ്ട്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു നല്ല കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നതൊന്നല്ല നീ എനിക്ക് തരുന്നത്. നീ ഒരു ദുർബലമായിട്ടുള്ള സ്ത്രീയാണ്, നിന്റെ കുറ്റബോധവും വിഷമവും ഇത് മാത്രമാണ് നിനക്ക് എന്നോട് പറയാനുള്ളത്. അപ്പോൾ എമി പറയും, ഓ അതുകൊണ്ടാണോ ഇന്ന് നമ്മുടെ ഹണിമൂണായിട്ട് തലേ ദിവസം മറ്റൊരു സ്ത്രീയായിട്ട് ബാറിൽ കിടന്നുറങ്ങി എന്നോട് ഇത്രയും നേരം കള്ളവും പറഞ്ഞ് എന്നോടൊപ്പം നിന്നത്? അപ്പോൾ അവൻ പറയും, പിന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? കുറേ മാസങ്ങളായിട്ട് നീ പുറത്തിറങ്ങുന്നില്ല, എന്നോടൊപ്പം വെളിയിലേക്ക് വരുന്നില്ല. അപ്പോൾ അവൻ പറയും, ഇതെല്ലാം നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് കൊണ്ട് നിനക്ക് ഞാൻ സമയം തന്നതാണെന്ന് പറയുമ്പോൾ ഓ അപ്പൊ എനിക്ക് സമയം തന്നിട്ട് നീ ഇതെല്ലാം വെളിയിൽ കാണിക്കുമായിരുന്നു, നീ എനിക്ക് സമയം തരുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഏയ് അതൊക്കെ തെറ്റി ചിലപ്പോൾ സംഭവിക്കും, പക്ഷെ നീ നിന്റെ ജീവിതത്തെ പറ്റി ആലോചിച്ച് നോക്ക്. നിനക്കിപ്പോൾ നല്ലൊരു വീടുണ്ട്, നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒരു ഭർത്താവുണ്ട്. ഒരുപക്ഷെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴും ആ ഒരു സ്കൂളിലെ ടീച്ചറായിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒരു ജോലി, എന്തെങ്കിലും ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നേനെ എന്ന് പറയുമ്പോഴത്തേക്ക് എമി പെട്ടെന്ന്, ഓ അപ്പോൾ പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്
എന്ന് പറഞ്ഞ് അവൾ വീണ്ടും തിരിച്ച് സംസാരിക്കുന്നു. തരാന്ന് പറഞ്ഞ് അടുത്തേക്ക് നടന്നു വരുന്നതും അവൾ എന്നെ തുടരുതെന്നും പറഞ്ഞ് സാക്കിനെ ഒരു ഒറ്റത്തള്ള് സാക്ക് തെറിച്ച് ഈ കുഴയുടെ മറ്റൊരു വശത്തേക്ക് വന്ന് വീണിട്ട് അതേപോലെ തന്നെ അവൻ ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴും. എന്നിട്ട് അതിൽ തൂങ്ങിങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് അവളോട് രക്ഷപ്പെടുത്താനായിട്ട് പറയുമ്പോഴത്തേക്കും എമി പതിയെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവനൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ അവന്റെ പിടി വിട്ട് വീണ്ടും അവൻ ആ ഒരു കയറിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ പറയും, എമി പ്ലീസ് എന്നെ രക്ഷിക്കേ. അപ്പൊ അവളാണെങ്കിലോ അവനെ രക്ഷിക്കാതെ പുറകിലേക്ക് മാറിപ്പോകുന്നു. അപ്പൊ സാക്ക് വിളിച്ചു പറയും, നീ ഇപ്പൊ എന്നെ രക്ഷിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കുറ്റക്കാരിയായിട്ട് നിന്നെ അവര് കാണും. അതേപോലെ തന്നെ നിനക്ക് സ്വത്തുകളൊന്നും കിട്ടത്തില്ല, നീ ജയിലിൽ ബാക്കി ജീവിതം ജീവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവൾ അതൊന്നും കേൾക്കാതെ മാറി തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് എമി എമി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും എമി എന്താ ചെയ്യുന്നതെന്നറിയോ? ജൂലിയുടെ ശരീരം പതിയെ പതിയെ തള്ളി അവരിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ അവനത് കണ്ടിട്ട് ഹേയ് ചെയ്യരുത്, അത് ചെയ്യരുതെന്ന് പറഞ്ഞ് അലറി വിളിക്കുമ്പോൾ എമി പതിയെ ജൂലിയുടെ ശരീരം ചവിട്ടി ചവിട്ടി ആ കുഴിയിലൂടെ താഴേക്ക് ഇട്ട് കൊടുക്കുന്നതും ഇവന്റെ മുകളിലേക്ക് വീണ് രണ്ടുപേരും നേരെ താഴേക്ക് വീണിട്ട് എന്തായിരിക്കും താഴെ വീണ അവരുടെ അവസ്ഥയെന്ന് നമുക്കറിയാലോ. അങ്ങനെ എമിയുടെ ആ ഒരു മോതിരം വലിച്ച് താഴേക്കെറിഞ്ഞ് അവള് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഇത്രയും കാലം അവളെ ഒരു ഭാര്യയായിട്ട് കൊണ്ട് നടക്കുകയും ചെയ്തിട്ട് അവൻ മറ്റു സ്ത്രീകളോടൊപ്പം ബന്ധം പുലർത്തുകയും ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ടാവും എമിക്ക്? ഇതുപോലൊരു ചതിയനായിട്ടുള്ള ഭർത്താവിനെ എന്തായാലും അവൾ കൂടെ കൊണ്ട് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ തന്നെ ഒരു ശിക്ഷ കൊടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്കും ഈ ബലൂൺ ഇപ്പോൾ പതിയെ താഴേക്ക് ഇറങ്ങാണ്. എന്നിട്ട് ഒരു വലിയ കാടിനുള്ളിലേക്ക് ഇടിച്ചിറങ്ങി ബലൂൺ അവസാനം ഒരു മൈതാനത്തിലേക്ക് ഇടിച്ചങ്ങ് ഇറങ്ങും. അതുകൊണ്ട് വേറെ വലിയ കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. എമി ആ ബലൂണിൽ നിന്നും പതിയെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ പോകുന്നതിന് മുന്നേ ആ ബലൂൺ പൂർണ്ണമായിട്ടും കത്തിക്കും. എന്നിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇതൊരു അപകടമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അവൾ മാത്രമേ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകുന്നതും ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.